ഇന്നലെ ബസ്സിൽ പോകുമ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയത്. ഇതിപ്പോ ഒട്ടുമിക്ക ബസ്സൊന്നും കിട്ടുന്നതാണെങ്കിലും എനിക്കിത് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു. 3 വർഷമായിട്ട് യാത്ര ചെയ്യുന്ന ബസ്സിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ഇതിൽ ചെയ്ത് നോക്കാം. പിന്നെ ഓശാനെ അറിഞ്ഞു കേട്ടോ, കുർബാന കഴിഞ്ഞ് വന്ന് ഈ ഒരു കുരുത്തോല കണ്ടപ്പോൾ തോന്നി 2 ഫോട്ടോ എടുക്കാന്ന്. അതിന്റെ റിസൾട്ട് ഞാൻ അവസാനം കാണിക്കാം. കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫില്ലിംഗ് എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുണ്ടോ? എത്രയൊക്കെ ഒതുക്കിയാലും എന്റെ മേശയുടെ അവസ്ഥ 2-3 ദിവസം കഴിഞ്ഞ് ഇതുപോലെയാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടിക്കറ്റ് ഇന്ന് രാവിലെ കണ്ടത്. നമ്മൾ അതിൽ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതും. എന്ത് വരയ്ക്കുന്നുള്ള ചോദ്യം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഓശാന ആയതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങി. ഒരു ഡൂഡിൽ ടൈപ്പിലൊക്കെ വർക്ക് ചെയ്യാന്നായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാൻ ചെയ്യണ പോലെയൊന്നല്ല എന്റെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ വരച്ച് വന്നപ്പോൾ ഇതുപോലൊരു റിസൾട്ടാണ് കിട്ടിയത്. നമ്മുടെ ഈ ഒരു ഡ്രോയിങ് ടെക്നിക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നന്നായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ റിസൾട്ടിനെ ബാധിക്കും. പക്ഷെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ ഫ്രീ ആയി വരച്ച നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ നടത്തിയ ഫോട്ടോഷൂട്ടിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്.